എൻ്റെ ഏട്ടൻ എന്നെ പെങ്ങളായിട്ട് സ്വീകരിച്ചു. ഓളെ കുടുങ്ങല്ലേ ഫാത്തിമ കുടുങ്ങിയോ? താങ്ക് യു. എൻ്റെ ആദ്യമായിട്ടോ ഞാൻ ഈ ഒരു സാധനം കിട്ടുന്നത്, ലൈഫിൽ ആദ്യമായിട്ടാ. താങ്ക് യു. ഹായ് ഡേ എൻ്റെ ഏട്ടൻ. സുഖവാസം കഴിഞ്ഞ് ഫസ്റ്റ് വീഡിയോ. എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വന്നിട്ട് ഭയങ്കര സന്തോഷം. നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഹൈക്കോടതി ഒരു വിധി പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും ഇനി ഭക്തന്മാർക്ക് മാത്രമുള്ളതാണ്. അവിടെ വന്ന് പ്രഹസനം കാണിക്കാൻ വരുന്നവരാരും തന്നെ ഇനി അങ്ങോട്ടേക്ക് വരണ്ട. ഇനി അവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കാനോ വീഡിയോ എടുക്കാനോ റീൽസ് ഷൂട്ട് ചെയ്യാനോ ആർക്കും അനുവാദമില്ല. പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ദമ്പതികളുണ്ടല്ലോ, അവർക്ക് മാത്രം ഫോട്ടോയും വീഡിയോയും എടുക്കാം. പിന്നെ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആൾക്കാർക്ക്, അങ്ങനെ അനുവാദമുള്ള ആൾക്കാർക്ക് മാത്രം ഫോട്ടോസും വീഡിയോസും എടുക്കാം. അല്ലാത്ത ഒരു ഭക്തന്മാർക്കും ഒരു ഹൈന്ദവ വിശ്വാസികൾക്കും ഇനി അവിടെ വന്ന് ഫോട്ടോ എടുക്കാനോ റീൽസ് എടുക്കാനോ പറ്റില്ല, അനുവാദമില്ല. അത് സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തേക്കാണ് എന്നുള്ളതായിരുന്നു ആ ഒരു വിധി. അപ്പൊ ആ വിധി വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഞെട്ടിയിട്ടുണ്ടാവും. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ ദിനം പ്രതി വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമാണ്. കാരണം അമ്പലത്തിൽ വന്നല്ലോ എന്ന് എല്ലാവരെയും ഒന്ന് കാണിക്കാനും അമ്പലത്തിൽ വന്നതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കാറുണ്ട്, റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് റീൽസ് ഷൂട്ട് ചെയ്യുമ്പോഴോ ഫോട്ടോ എടുക്കുമ്പോഴോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല. ഭക്തന്മാരാരും തന്നെ മറ്റുള്ളവരെ ശല്യം ചെയ്യാറില്ല, ഡിസ്റ്റർബ് ചെയ്യാറില്ല. അവരൊക്കെ വളരെ പീസ്ഫുൾ ആയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യാറുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത്? എല്ലാ ആൾക്കാരുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായി കാണും. അപ്പോൾ ആ വിധി വരാൻ കാരണമായത് ഈ വ്യക്തിയാണ്. ജസ്ന സലീം എന്ന് പറയുന്ന ഈ വ്യക്തി കൃഷ്ണഭക്തയാണ് എന്ന് പറഞ്ഞ് ചമഞ്ഞ് നടക്കുന്ന, അങ്ങനെ പറഞ്ഞ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് നടക്കുന്ന ഈ ഒരു സ്ത്രീ കാരണമായിരുന്നു അങ്ങനെ ഒരു വിധി വന്നത്. അന്ന് വിധി വന്നപ്പോൾ കോടതി പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷെ ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരുന്നു. ഈ പുള്ളിക്കാരി ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്താണ്, 24 മണിക്കൂറും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്താണ്. അവിടെ വന്ന് പ്രഹസനം കാണിച്ചുകൊണ്ടുള്ള റീൽസ് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഇവരുടെ മെയിൻ പരിപാടിയായിരുന്നു. കാരണം ഇവരുടെ മെയിൻ മാർക്കറ്റിംഗ് തന്ത്രം തന്നെ അതായിരുന്നു. നോർമൽ ആയിട്ട് വന്ന് റീൽസ് ഷൂട്ട് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. അവിടെ വന്ന് ഫോട്ടോ സമർപ്പിക്കുന്നു, അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, ഓക്കെ, അതിലൊന്നും തെറ്റില്ല. എന്നാൽ എക്സ്ട്രീം ആയിപ്പോയി. അവിടെ ചെന്ന് കേക്ക് മുറിക്കുന്നു, അത് ക്ഷേത്രത്തിന്റെ നടയുടെ മുമ്പിൽ ചെന്ന് കേക്ക് മുറിക്കുന്നു, കേക്ക് ഭക്ഷിക്കുന്നു. അതും പോരാഞ്ഞിട്ട് അവിടെ വന്ന ഏതോ ഒരു ഭക്തൻ ഇവർക്ക് നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടെ തടഞ്ഞു നിർത്തുന്നു, വഴക്കുണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ടോട്ടലി ഡിസ്റ്റർബൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അവിടെ വരുന്ന ഭക്തന്മാരെ ശല്യം ചെയ്തു, അവർക്ക് ശല്യമുണ്ടാക്കി, പ്രാർത്ഥിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരുപാട് പരിപാടിയും പ്രഹസനവും ഇവര് അവിടെ കാട്ടിക്കൂട്ടി. അങ്ങനെ കാട്ടിക്കൂട്ടിയത് കോടതിയുടെ ശ്രദ്ധയിൽ പെട്ടപ്പോഴാണ് കോടതി അങ്ങനെ ഒരു വിധി പറഞ്ഞത്. അതുകൊണ്ട് എന്തായി, സാധാരണക്കാരായിട്ടുള്ള ഭക്തന്മാർക്കോ ഹൈന്ദവ വിശ്വാസികൾക്കോ പോലും അവിടെ വന്നൊരു ഫോട്ടോ എടുക്കാൻ പോലുമുള്ള അനുവാദമില്ലാതെ ആയി. അവർക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെട്ടു ഇവര് കാരണം. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനിയെങ്കിലും ഇവരൊന്ന് അടങ്ങുമല്ലോ, ഇനി ഈ പ്രഹസനം നമുക്ക് കാണണ്ടല്ലോ, ഈ റീൽസ് ഷൂട്ട് ചെയ്തിരുന്ന പ്രഹസനം നമുക്ക് കാണണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. എന്നിട്ട് പോലും ഇവർ നിർത്തിയില്ല. കോടതിയുടെ ആ ഒരു വാക്ക് ലംഘിച്ചുകൊണ്ട്, കോടതിയെ പോലും വിലക്കെടുക്കാതെ ഇവർ പിന്നെ ആ പരിപാടി തുടർന്നു. ഈ ഒരു ഫോട്ടോ കണ്ടോ? ഈ ഫോട്ടോ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ എടുത്താണ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതാണ്. ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവരൊരു റീൽസ് പോസ്റ്റ് ചെയ്തിരുന്നു. ഈ റീലില് ഈ വിഗ്രഹം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ഒരു കാണിക്കവഞ്ചിയുണ്ട്. കാണിക്കവഞ്ചിയുടെ മുകളിലിരിക്കുന്ന കൃഷ്ണന്റെ വിഗ്രഹമാണ്. ഈ വിഗ്രഹത്തിന്റെ മുകളില് ഇവർ ഈ മാല ഇട്ടിട്ട് അതിന്റെ റീൽസ് ഷൂട്ട് ചെയ്തിട്ട് ഇവർ അപ്ലോഡ് ചെയ്തു. അങ്ങനെ പിന്നെയും ഇവർ ഈ പരിപാടി കാണിച്ചു. കോടതിയുടെ വിധിയെ മാനിക്കാതെ അതിനെ ലംഘിച്ചുകൊണ്ട് പിന്നെയും ഈ പരിപാടി കാണിച്ചു. അത് പിന്നെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവസാനം ഇവർക്കെതിരെ കേസ് എടുത്തേക്കാണ്. ഇവരെ സത്യത്തില് ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് പോലും കയറ്റാൻ പാടില്ല. എന്നിട്ട് ഞാൻ ഈ ഒരു വിധി വന്ന സമയത്ത്, ഈ ഒരു വാർത്ത വന്ന സമയത്ത് ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കയറി നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം കണ്ടത്. ഇവരെ കാണാൻ പോയ 2 വ്യക്തികൾ, VK ബൈജുവും ജാമിദയും. VK ബൈജു ആരാണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ജാമിദ ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഈ VK ബൈജു എന്ന് പറയുന്ന ഈ വിഷം ബൈജു കുറെ നാൾ ജയിലിലായിരുന്നു. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ വിളിച്ചു പറഞ്ഞ് ആൾക്കാരെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ വിളിച്ചു കൂവിക്കൊണ്ടിരുന്നത്.
അതിന്റെ പേരിലാണ് ഇയാൾ ജയിലിൽ കിടന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇയാൾ നേരെ പോകുന്നത് ഇവളെ കാണാനാണ്. ഇയാൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവളെ. ഇയാളാണോ യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസി? യഥാർത്ഥ വിശ്വാസിയാണ്, വിശ്വാസികളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞാനെന്നാണ് ഇയാൾ സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് ഇയാൾ കാണിച്ച പരിപാടി എന്താണ്? സത്യത്തില് ജസ്ന എന്ന് പറയുന്ന ഈ സഹോദരിയോട് എനിക്ക് പ്രത്യേകിച്ച് ഒരിതുമില്ല, ഒരു വിരോധവും ഇല്ല. അവര് ജീവിച്ചോട്ടെ, അവരുടെ കഴിവ് വിറ്റ് അവർ ജീവിച്ചോട്ടെ, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഭക്തന്മാരുടെ കണ്ണില് പൊടിയിടുന്നത് തെറ്റാണ്. കപട ഭക്തി കാണിച്ച് ബാക്കി അവിടെ വരുന്നവരെ പോലും ഡിസ്റ്റർബ് ചെയ്യുന്നത് തെറ്റല്ലേ? ഈ ഒരു കമന്റ് കണ്ടോ? ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയുടെ അടിയിൽ വന്ന കമന്റാണ്. അവരാണ് ശരിയായിട്ടുള്ള വിശ്വാസി എന്ന്, ശരിയായിട്ടുള്ള ഭക്ത എന്ന്. ഇതാണോ ശരിയായിട്ടുള്ള ഭക്ത? കൃഷ്ണനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ വിൽപ്പന ചരക്കാക്കുന്ന ഇവരാണോ യഥാർത്ഥത്തിലുള്ള ഭക്ത? അവിടെ വന്ന് റിയൽസ് ഷൂട്ട് ചെയ്ത് കപട ഭക്തിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. അവരുടെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. ഞാൻ ഭക്തയാണ്, ഞാനൊരു മുസ്ലിം മതവിശ്വാസി ആയിട്ട് പോലും കൃഷ്ണനെ പൂജിക്കുന്നു, കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു, കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. എന്ത് പടം? പിന്നെ ചില ആൾക്കാർ പറഞ്ഞത് എനിക്ക് ജലസാണെന്ന്, എനിക്ക് കുശുമ്പാണെന്ന്. ഇത് കണ്ടിട്ട് എനിക്ക് എന്തിനാ കുശുമ്പ്? അവര് ജയിലിൽ പോവുകയാണ് എന്ന് പറഞ്ഞ വാർത്ത പറഞ്ഞപ്പോഴാണ് ആൾക്കാർ പറഞ്ഞത് എനിക്ക് കുശുമ്പാണെന്ന്. പിന്നെ എനിക്ക് ജയിലിൽ പോയി കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് കുശുമ്പ് വരാനാണ്? സത്യത്തില് ഇപ്പോഴും ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാതെ ഇരിക്കുക. ഇവരാണോ ശരിയായിട്ടുള്ള ഭക്ത? നിങ്ങൾ ഓരോ വ്യക്തികളും പറ, ഇവരാണോ ശരിയായിട്ടുള്ള ഭക്ത? ഇവര് ഭക്തയല്ല, ഇവര് ഭക്തിയല്ല കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ പ്രഹസനം മാത്രമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, കപട ഭക്തിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തില് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങിക്കുന്നവരെ വേണം ആദ്യം പറയാൻ. എത്രയോ നല്ല നല്ല കലാകാരന്മാരുണ്ട്. ഇവരെക്കാട്ടിലും ഒക്കെ ഒരുപാട് കഴിവുള്ള, എന്നാൽ ആൾക്കാർ തിരിച്ചറിയാതെ പോയ എത്രയോ നല്ല നല്ല കലാകാരന്മാരുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് തന്നെ കാണും. ഇവരുടെ പകുതി വിലയ്ക്ക് ചിത്രം വരച്ച് വിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ചിത്രങ്ങൾ വരച്ച് വിൽക്കുന്ന ഒത്തിരി പേരെ. അവരെ ആരും സപ്പോർട്ട് ചെയ്യില്ല, അവരെ ആരെയും സഹായിക്കത്തില്ല. ഈ പറയുന്ന ഈ VK ബൈജുവിനെ പോലെയുള്ള വ്യക്തികൾ പോലും അവരെ സപ്പോർട്ട് ചെയ്തില്ല. യഥാർത്ഥ ഭക്തന്മാരെ സപ്പോർട്ട് ചെയ്യും. ശരിക്കും ഇയാളൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ ഉദ്ദേശം വേറെയാണ്. ഇതുപോലെയുള്ള വ്യക്തികൾ ഇവരെ തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ തലയെ വെച്ചുകൊണ്ട് നടക്കുമെന്ന് ഇവക്കറിയാം. ഇപ്പോഴും ഒരു പേടിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കോടതിയിൽ നിന്ന് വിധി വന്നു. നോർമൽ ആയിട്ടുള്ള വിശ്വാസികളൊക്കെ തന്നെ അത് അനുസരിക്കും. സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ അത് അനുസരിക്കും. കാരണം കോടതിയാണ് പറഞ്ഞത്, ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവരനുസരിച്ചില്ല. അപ്പൊ ഇവർക്ക് എന്തുമാത്രം അഹങ്കാരം വന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഇവർക്ക് ആരെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം. ഇനി ഇവരുടെ പിന്നിൽ വേറെ പലരും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഇവർ ഇമാതിരി പരിപാടി കാണിക്കുവോ? കേക്ക് മുറിക്കുക. ഹൈന്ദവ വിശ്വാസികൾ പോലും ഇമാതിരി പരിപാടി കാണിച്ചിട്ടില്ല. എന്തുമാത്രം വിശ്വാസികൾ പോകുന്നതാണ്, ദിനം പ്രതി പോകുന്നതാണ്. ആ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള ആൾക്കാർ എന്നും ക്ഷേത്രത്തിൽ പോകാറുണ്ട്. അമ്മമാരും അവിടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും സഹോദരിമാരും എല്ലാം ക്ഷേത്രത്തിൽ പോകാറുള്ളതാണ്. എന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന അമ്പലമല്ലേ, അതുകൊണ്ട് കൃഷ്ണൻ എന്റെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ആ അമ്പലത്തിന്റെ പരിസരത്ത് പോയി ഇമാതിരി പ്രഹസനം കാണിക്കാറുണ്ടോ? പ്രഹസനം കാണിക്കാറില്ല. അപ്പൊ കപട ഭക്തി കാണിച്ച് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്നവരെ തിരിച്ചറിയുക. ഇവരാണ് ശരിയായിട്ടുള്ള ഭക്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇയാൾ ഇത്രയും മണ്ടനാണോ? ഈ കമന്റ് ഇട്ട വ്യക്തി ഇത്രയും മണ്ടനാണോ? ഇതുപോലെയുള്ള മണ്ടന്മാര് ധാരാളമുണ്ട്. അങ്ങനെയുള്ള മണ്ടന്മാരെയാണ് ഇവരെ പോലെയുള്ളവർ പറ്റിക്കുന്നത്. ഈ VK ബൈജുവിനെ പോലെയും ജാമിദയെ പോലെയും ഇപ്പൊ ഈ ജസ്ന സലീമിനെ പോലെയുള്ളവരെ പറ്റിക്കുന്നത് നിങ്ങളെയാണ്. അപ്പൊ സ്വയം മണ്ടന്മാരാകാതെ ഇരിക്കുക. ഇവർക്കൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കാതെ ഇരിക്കുക. ഇത് ഭക്തിയല്ല, അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. അവരുടെ പടം വരച്ച് വിൽക്കാനും അവർക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പോയി ഇമാതിരിയുള്ള റീൽസ് ഷൂട്ട് ചെയ്ത് ഇവർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം ജസ്ന സലീമുകൾ ഉണ്ടാകും.